ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് സോയിൽ മോയ്സ്ചർ ഫോംസ്. സോയിലുള്ള വെള്ളത്തിൻ്റെ പല ഫോംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എന്താണ് സോയിൽ മോയ്സ്ചർ? സോ വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ സോയിൽ, അതാണ് സോയിൽ മോയ്സ്ചർ എന്ന് പറയുന്നത്. മണ്ണിലുള്ള ജലാംശത്തെയാണ് നമ്മൾ സോയിൽ മോയ്സ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ സോയിൽ പോർസ്. സോയിലുള്ള ഒരു പോർസ്, സുഷിരങ്ങളിലാണ് ഈ വെള്ളം ഇരിക്കുന്നത്. ഇനി ഇത് രണ്ട് ടൈപ്പ് പോർസാണ് സോയിലുള്ളത്. ഒന്ന് ഇതുപോലുള്ള വലിയ വലിയ പോർസ് ഉണ്ടാവും, അതിന് നമ്മൾ മാക്രോ പോർസ് എന്ന് പറയും. ഇതുപോലുള്ള ചെറിയ ചെറിയ പോർസ് ആണെന്ന് അതിനെ മൈക്രോ പോർസ് എന്നും പറയും. അപ്പം ഇങ്ങനെയുള്ള മാക്രോ പോർസിലും മൈക്രോ പോർസിലുമാണ് മണ്ണിൽ വെള്ളം സൂക്ഷിച്ച് വെക്കുന്നത്. Soil water is the major component of the soil in relation to plant growth. Plant growthനെ സംബന്ധിച്ചിടത്തോളം ഈ സോയിൽ മോയ്സ്ചറിന് വളരെ പ്രാധാന്യമുണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് dissolves the salts and makes up the soil solution, which is important as the medium for supplying nutrients to the growing plants. ഈ മണ്ണിലുള്ള ലവണങ്ങൾ, അതായത് സോൾട്ട്, നമ്മുടെ ന്യൂട്രിയൻ ഇതെല്ലാം ഈ സോയിൽ വാട്ടറിൽ അലിഞ്ഞ് സോയിൽ സോൾവൻ്റ് ആവും. ഈ സോയിൽ സൊല്യൂഷനിൽ നിന്നാണ് ചെടികൾ ഈ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ സോയിൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സോയിൽ മോയ്സ്ചറിന് ഈ പ്ലാന്റ് ഗ്രോത്തിൽ വളരെയധികം പ്രാധാന്യം ഉണ്ട്. ദെൻ വാട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ മോയ്സ്ചർ? ഇതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോയിൽ വാട്ടർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് റിട്ടൻഷൻ ഇൻ ദ സോയിൽ. എത്രത്തോളം വെള്ളത്തെ പിടിച്ചു നിർത്താൻ ഒരു മണ്ണിന് കഴിയുന്നു എന്നുള്ള അതിൻ്റെ കപ്പാസിറ്റി. ആൻഡ് ദ ട്രാൻസ്ലൊക്കേഷൻ ഇൻ ടു പ്ലാന്റ്സ്. ചെടി വലിച്ചെടുക്കുന്ന എത്രത്തോളം വെള്ളം വലിച്ചെടുക്കാൻ ചെടിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് സോയിൽ വാട്ടറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. വിച്ച് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് റീടെൻഷൻ ഇൻ ദി സോയിൽ ആൻഡ് ട്രാൻസ്ലൊക്കേഷൻ ഇൻ ടു ദി പ്ലാന്റ് സിസ്റ്റം. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types, ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ. സോയിൽ വാട്ടറിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ സോയിൽ വാട്ടർ എന്നും ബയോളജിക്കൽ സോയിൽ വാട്ടർ എന്നും ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ വാട്ടറായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി ഡ്രൈയിങ് ഓഫ് ദി വെറ്റ് സോയിൽസിനെ ഡ്രൈ ചെയ്യുന്നത് വെച്ചിട്ടാണ് ഫിസിക്കൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ബയോളജിക്കൽ ആകുമ്പോൾ പ്ലാന്റ് ഗ്രോത്തിൻ്റെ അനുപാതത്തിലായിരിക്കും ബയോളജിക്കലി ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഒരു സോയിലിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. ഇതിൽ എന്തൊക്കെയുണ്ട്? സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ കാണുന്ന സോയിൽ പാർട്ടിക്കിൾസ്, അതിൻ്റെ ഇടയിൽ സോയിൽ വാട്ടർ ഉണ്ട്. ഈ കാണുന്ന വൈറ്റ് പോർഷൻ സോയിൽ എയർ ആണ്. ഓക്കെ, മണ്ണിനെ സംബന്ധിച്ചിടത്തോളം സോളിഡ് ആണെങ്കിലും അതിൻ്റെ ആ പോർസിൽ എന്തൊക്കെ ഉണ്ടാവും? വാട്ടറും ഉണ്ടാവും, സോയിൽ എയറും ഉണ്ടാവും. അങ്ങനെയാണ് ഈ സോയിൽ വാട്ടറിൽ നിന്നാണ് റൂട്ട്സ് വാട്ടർ വലിച്ചെടുക്കുന്നത്. സോയിൽ എയർ ഉപയോഗിച്ചിട്ടാണ് റൂട്ട്സ് റെസ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്ലാന്റ് ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പം നമ്മൾ സോയിൽ വാട്ടറിനെ ഫിസിക്കലായിട്ടും ബയോളജിക്കലായിട്ടും ക്ലാസിഫൈ ചെയ്തു. ഇനി ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, എങ്ങനെയാണ് നമ്മൾ ഫിസിക്കലി സോയിൽ വാട്ടറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി ഗ്രൂപ്ഡ് ഇൻ ടു 3 ഓൺ ദ ബേസിസ് ഓഫ് റിട്ടൻഷൻ. വാട്ടർ റിട്ടൻഷൻ, സോയിലിൻ്റെ വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് ഫിസിക്കൽ നമുക്ക് എന്തായിട്ട് 3 സോയിൽ വാട്ടറിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഗ്രാവിറ്റേഷണൽ വാട്ടർ, 2 കാപ്പിലറി വാട്ടർ ആൻഡ് 3 ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഗ്രാവിറ്റേഷണൽ വാട്ടർ, കാപ്പിലറി വാട്ടർ ആൻഡ് ദി ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ദ വാട്ടർ ദാറ്റ് ഈസ് ഹെൽഡ് അറ്റ് എ പൊട്ടാൻഷ്യൽ greater than 1/3 bar and will drain freely from the soil by the force of gravity. ഓക്കെ, നമ്മൾ ഈ വാട്ടർ മോയ്സ്ചർ അല്ലെങ്കിൽ സോയിൽ മോയ്സ്ചറിനെ കുറിച്ചൊക്കെ പറയുമ്പം ഈ റിട്ടൻഷൻ കപ്പാസിറ്റിയൊക്കെ പറയുന്നത് ആ പ്രഷറിൻ്റെ യൂണിറ്റ്സ് വെച്ചിട്ടാണ് പറയുന്നത്. ഒന്നെങ്കിൽ അറ്റ്മോസ്ഫിയർ യൂണിറ്റ്സ് വെച്ചിട്ട് പറയും, അല്ലെങ്കിൽ ബാർ യൂണിറ്റ്സ് വെച്ചിട്ട് പറയും.
ഓക്കെ, ഈ 2 യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ റിട്ടൻഷൻ കപ്പാസിറ്റിയൊക്കെ മെഷർ ചെയ്യുന്നത്, എത്രത്തോളം പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ഗ്രാവിറ്റേഷണൽ വാട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി മീൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്രഷറല്ല, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രത്തോളം പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ആ വെള്ളം അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് 1/3 ബാറിനേക്കാളും കൂടുതലായിരിക്കും. ഗ്രാവിറ്റേഷണൽ വാട്ടറിനെ സോയിലിൽ പിടിച്ചു നിർത്തുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/3 ബാറിനേക്കാളും കൂടുതലായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ഡ്രെയിൻ ഫ്രീലി ഫ്രം ദ സോയിൽ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ആ മണ്ണിൽ നിന്ന് ഈ വെള്ളം വാഷ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ലീച്ച് ഔട്ട് ചെയ്ത് പോകും. വെള്ളം പെട്ടെന്ന് തന്നെ നഷ്ടമായി പോകും. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഗ്രാവിറ്റേഷണൽ വാട്ടർ പ്ലാന്റ്സിന് അവൈലബിൾ അല്ല. ഇത് പെട്ടെന്ന് തന്നെ സോയിലിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ട് ഈ വെള്ളത്തിൽ നിന്ന് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ പ്ലാന്റ്സിന് അവൈലബിൾ അല്ല. Then it is the free water in excess of the capillary water. Capillary water എന്താ നമ്മൾ അടുത്തത് പറയും. അപ്പോൾ കാപ്പിലറി വാട്ടറിനേക്കാളും അധികം വരുന്ന വെള്ളത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ ഇത് വളരെ ഫ്രീ ആയിട്ടായിരിക്കും കാണുന്നത്, പിടിച്ചു നിർത്തത്തൊന്നുമില്ല. മണ്ണിൽ ഒരിക്കലും ഈ വെള്ളത്തെ പിടിച്ചു നിർത്തത്തില്ല. അതുകൊണ്ടാണ് ഗ്രാവിറ്റിയുടെ ഫോഴ്സ് ഉപയോഗിച്ച് അതിന് പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഫ്രീ വാട്ടർ. ഇറ്റ് ഒക്യുപ്പൈസ് ദ മാക്രോപോസ്. മാക്രോപോർ എന്താണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, മാക്രോപോസ് എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള ഈ വലിയ ദ്വാരങ്ങളെയാണ് നമ്മൾ മാക്രോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്രോപോർസിൽ കാണുന്ന വെള്ളമാണ് ഏത്, ഗ്രാവിറ്റേഷണൽ വാട്ടർ. ആൻഡ് ഇറ്റ് ഇംപെയേഴ്സ് എയറേഷൻ. അപ്പം ഈ മാക്രോപോർസിൽ വെള്ളം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ എന്താവും, അതിൽ എയർ ഉണ്ടാവില്ല, എയർ എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പം അങ്ങനെ എയർ എസ്കേപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റൂട്ട്സിന് ശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈ വെള്ളം മണ്ണിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത് പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമാണ്. ഇറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദി സോയിൽ ഫോർ ദി പ്ലാന്റ് ഗ്രോത്ത്. ഈ ഗ്രാവിറ്റേഷണൽ വാട്ടറാണ്, പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്ത് പോകും. ഇനി ഇൻ കേസ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ വെള്ളം ഒരിക്കലും കെട്ടി നിർത്തരുതെന്ന് പറയുന്നത്. ഇപ്പോൾ പോട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും വെള്ളം കെട്ടി നിർത്തരുതെന്ന് പറയത്തില്ലേ, അതിനുള്ള കാരണം ഇതാണ്. അത് ഈ മാക്രോപോസിൽ ചെന്ന് ഈ വെള്ളം ഇരിക്കും. വെള്ളം ഇരുന്ന് കഴിയുമ്പോൾ അതിലുള്ള എയർ എല്ലാം നഷ്ടപ്പെട്ടു പോകും. എയർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ റൂട്ട്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റെസ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അത് മൊത്തത്തിൽ പ്ലാന്റ് ഗ്രോത്തിനെ ബാധിക്കും. അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ടേ ഒഴിക്കാൻ പാടുള്ളൂ. കൂടുതൽ വെള്ളം ചെടിയുടെ ചോട്ടിൽ തങ്ങി നിൽക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്. The gravitational water results in a loss of plant nutrients from the soil, so it is necessary to provide an excellent drainage system in the soil. ഓക്കെ, ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ആ മണ്ണിലുള്ള വളവും അത് ലീച്ച് ഔട്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഈ വെള്ളത്തിന് പോകാൻ ഒരു പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. The flow of gravitational water is controlled by the size of the soil particles. ഓക്കെ, എന്ത് വെച്ചിട്ടാണ് ഈ ഗ്രാവിറ്റേഷണൽ വാട്ടറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്? സൈസ് ഓഫ് ദി സോയിൽ പാർട്ടിക്കിൾസ്. സോയിൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമുക്ക് കൺട്രോൾ മീൻസ് ആ സൈസാണ് ഈ ഗ്രാവിറ്റേഷണൽ വാട്ടറിൻ്റെ ഫ്ലോയെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ. Bigger the soil particle, the more rapid is the flow or the movement. കാരണം സോയിൽ പാർട്ടിക്കിൾസ് വലുതാകും തോറും ഇടയിലുള്ള മാക്രോ പോസ് വലുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ വലുതാകുമ്പോഴത്തേക്കും ആ പോസിലൂടെ ഇത് പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകും. So the water percolates more easily and rapidly in sandy soils than in clay soils due to the large pore size. സാൻഡി സോയിൽ എന്ന് പറയുമ്പോൾ മണ്ണിനൊട്ടും കട്ടിയില്ല, ലൂസ് സോയിൽസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സോയിലിൽ നിന്ന് വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ക്ലേ സോയിൽ എന്ന് പറയുമ്പോൾ മണ്ണിന് കട്ടിയുണ്ട്, വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റിയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള മണ്ണിൽ ഈ ഗ്രാവിറ്റേഷണൽ വാട്ടർ മീൻസ് പെട്ടെന്ന് ഒഴുകി പോകത്തില്ല. ഇൻ പ്ലാറ്റി സ്ട്രക്ചർ, നിങ്ങൾ സോയിലിൻ്റെ കോഴ്സ് പഠിക്കുമ്പോൾ സോയിൽ സ്ട്രക്ചർ പഠിക്കും. അതിൽ ഒരു സ്ട്രക്ചറാണ്, സോയിലിൻ്റെ ഒരു സ്ട്രക്ചറാണ് പ്ലാറ്റി സ്ട്രക്ചർ. ഇറ്റ് ഈസ് പ്ലാറ്റി സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ വാട്ടർ ഇസ് സ്ലോ ആൻഡ് വാട്ടർ സ്റ്റാഗ്നേറ്റ്സ് ഇൻ ദ സോയിൽ. വാട്ടർ സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കും.
ഓക്കെ, ഈ പ്ലാറ്റി സ്ട്രക്ചറാണ്, മണ്ണിന് പ്ലാറ്റി സ്ട്രക്ചറാണ് എന്നുണ്ടെങ്കിൽ ഈ ഗ്രാവിറ്റേഷണൽ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിരിക്കും, അത് മണ്ണിൽ കെട്ടിക്കിടക്കും. ദ ഗ്രാനുലാർ ആൻഡ് ക്രംപി സ്ട്രക്ചർ ഹെൽപ്സ് ടു ഇംപ്രൂവ് ദി ഗ്രാവിറ്റേഷണൽ വാട്ടർ മൂവ്മെൻറ്റ്. സോയിലിൻ്റെ പാർട്സ് എടുക്കുമ്പം സ്ട്രക്ചർ എടുക്കുമ്പം അതിൽ പ്ലാറ്റി സ്ട്രക്ചർ ആണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കും, സ്റ്റാഗ്നേഷൻ കൂടുതലായിരിക്കും. അതേസമയം ഗ്രാനുലാർ ആൻഡ് ക്രംപി സ്ട്രക്ചർ ആണെങ്കിൽ ഈ വെള്ളം പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോയിക്കോളും. Then in clay soils having single grain structure, the gravitational water percolates more slowly, while if the ക്ലേ സോയിൽസ് ഫോം അഗ്രിഗേറ്റ്സ്, അതായത് പല മോളിക്യൂൾസ് ചേർന്ന് ഒരു അഗ്രിഗേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാനുലാർ സ്ട്രക്ചർ ആകുമ്പോൾ ദ മൂവ്മെൻറ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ വാട്ടർ ഇംപ്രൂവ്സ്. ഓക്കെ, ഇത് ഓരോന്നും നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കുക. കാരണം ഇത് ചിലപ്പം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നെക്സ്റ്റ്, കാപ്പിലറി വാട്ടർ. കാപ്പിലറി വാട്ടർ is held in the micropores or the capillary pores of the soil. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, ഗ്രാവിറ്റേഷണൽ വാട്ടർ ഒക്യുപ്പൈ ചെയ്യുന്നത് എവിടെയാണ്? മാക്രോ പോർസിലാണ്. അപ്പോൾ കാപ്പിലറി വാട്ടർ കാണുന്നത് മൈക്രോ പോർസിലാണ്. ഇറ്റ് ഈസ് ഹെൽഡ് ബൈ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ സോയിൽ പാർട്ടിക്കിൾസ് ആൻഡ് ദി വാട്ടർ മോളിക്യൂൾസ്. ഓക്കെ, നമ്മൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ പഠിച്ചപ്പോൾ പറഞ്ഞു അത് ഫ്രീ വാട്ടറാണ്, ഒരു കാരണവശാലും അതിനെ മണ്ണ് പിടിച്ചു നിർത്തത്തില്ല. പക്ഷേ കാപ്പിലറി വാട്ടർ എന്ന് പറഞ്ഞാൽ അത് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ട് പിടിച്ചു നിർത്തിയിരിക്കുന്ന വെള്ളമാണ്. ആര് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? സോയിൽ പാർട്ടിക്കിളും വാട്ടർ മോളിക്യൂൾസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട് മണ്ണിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന വെള്ളമാണ് എന്ത്? കാപ്പിലറി വാട്ടർ. ദ ഫോഴ്സ് ഓഫ് റിട്ടൻഷൻ ഓഫ് ദ വാട്ടർ മോളിക്യൂൾസ് ബൈ ദ സോയിൽ പാർട്ടിക്കിൾസ് ഈസ് ഹൈ. ഇത് ടൈറ്റ്ലി ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമുക്കത് പെട്ടെന്നൊന്നും കാപ്പിലറി വാട്ടർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ചൊന്നും കാപ്പിലറി വാട്ടർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ കാപ്പിലറി വാട്ടർ റിമൂവ് ചെയ്തു പോകും. എപ്പോൾ? ഇവാപ്പറേഷൻ വഴി റിമൂവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലാതെ മണ്ണിൽ നിന്ന് അതൊരിക്കലും ഒഴുകിപ്പോകത്തില്ല, പക്ഷേ ആവിയായി പോവാൻ സാധ്യതയുണ്ട്. അതാണ് കാപ്പിലറി വാട്ടറിൻ്റെ പ്രത്യേകത. ഈ കാപ്പിലറി വാട്ടറിൻ്റെ ഒരു ഭാഗം, പാർട്ട് ഓഫ് ദ വാട്ടർ ഈസ് അവൈലബിൾ ടു ദ പ്ലാന്റ്സ് വൈൽ ആ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് അൺഅവൈലബിൾ ആൻഡ് സോ ഓൾ കാപ്പിലറി വാട്ടർ ഈസ് നോട്ട് അവൈലബിൾ ടു പ്ലാന്റ്സ്. കാപ്പിലറി വാട്ടറിൻ്റെ ഒരു പ്രപ്പോർഷൻ എടുക്കുകയാണെങ്കിലും ഒരു 100 ഇതെടുക്കുകയാണെങ്കിൽ, 100 പാർട്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 50 പോർഷൻ പ്ലാന്റ്സിന് അവൈലബിൾ ചെയ്യാൻ പറ്റുന്ന വാട്ടർ ആയിരിക്കും, എന്നാൽ ബാക്കിയുള്ള 50% എന്തായിരിക്കും? അൺഅവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം ആ വെള്ളം പ്ലാന്റ്സിന് അവൈലബിൾ ആകുന്ന ആ വെള്ളത്തിന് പറയുന്ന പേരാണ് അവൈലബിൾ വാട്ടർ. പാർട്ട് ഓഫ് കാപ്പിലറി വാട്ടർ അവൈലബിൾ ടു പ്ലാന്റ്സ് ഇസ് നോൺ ആസ് അവൈലബിൾ വാട്ടർ. ഓക്കെ, അപ്പം കാപ്പിലറി വാട്ടർ എന്താണെന്ന് പറഞ്ഞു, അവൈലബിൾ വാട്ടർ എന്താണെന്നും പറഞ്ഞു. Then it is present in the fluid സ്റ്റേറ്റിൽ തന്നെയാണ് കാണുന്നത്, which is held between the field capacity and the hygroscopic coefficient. ഈ ഫീൽഡ് കപ്പാസിറ്റി എന്താണ്, ഹൈഗ്രോസ്കോപ്പിക് കോയിഫിഷ്യൻ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ ഈ പേരൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. 0.33 അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള വാട്ടർ, ആ പ്രഷറുള്ള ആ പോയിൻറ്റിനാണ് നമ്മൾ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് 0.33 അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇത് ആ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ സോയിലിൻ്റെ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്ലാന്റിന് നല്ലപോലെ വളരണം എങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ വാട്ടർ എപ്പോഴും ഈ ഫീൽഡ് കപ്പാസിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ പ്ലാന്റിന് ആവശ്യമായ വെള്ളം അബ്സോർബ് ചെയ്തുകൊണ്ട് അതിന് നന്നായി വളരാനായിട്ട് പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഫീൽഡ് കപ്പാസിറ്റിയോളം നമ്മൾ ആ മണ്ണിനെ ഇറിഗേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഈ കാപ്പിലറി വാട്ടർ കാണുന്നത് ഈ ഫീൽഡ് കപ്പാസിറ്റിക്കും ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്ന ആ പോയിന്റിനും ഇടയിലുള്ള ആ പോർഷനിലാണ് എന്ത് കാണുന്നത്? കാപ്പിലറി വാട്ടർ കാണുന്നത്. ഓക്കെ, ഫീൽഡ് കപ്പാസിറ്റിയുടെ പ്രഷർ എന്ന് പറയുന്നത് 0.33 അറ്റ്മോസ്ഫിയർ ആണ്. ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യൻ്റ് പ്രഷർ എന്ന് പറയുന്നത് 31 അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, സോ വെൻ ദ ടെൻഷൻ റീച്ചസ് 15 അറ്റ്മോസ്ഫിയർ, അപ്പോൾ ഫീൽഡ് കപ്പാസിറ്റിയിൽ നിന്ന് കൂടി അതൊരു 15 അറ്റ്മോസ്ഫിയറിൽ എത്തുകയാണെങ്കിൽ ആൻഡ് എബവ് 15 എബവ് ആവുകയാണെങ്കിൽ ദ വാട്ടർ മൂവ്മെൻറ്റ് ബിക്കംസ് വെരി സ്ലഗഷ് ആൻഡ് ദ പ്ലാന്റ്സ് ആർ ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ വാട്ടർ ഇൻടേക്ക് ഫ്രം ദ സോയിൽ.
ഓക്കെ, അപ്പോൾ ഫീൽഡ് കപ്പാസിറ്റിയിൽ കൂടി ഒരു 15 അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു അതിൽ കൂടുതലാണ്, 15-15 കൂടുതലും ആവുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിലുള്ള വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പം ചെടികൾക്ക് വെള്ളം അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അവൈലബിൾ വാട്ടർ കുറവും അൺഅവൈലബിൾ വാട്ടർ കൂടുതലുമായിട്ട് മാറും. 50-50 എന്നുള്ള ആ പ്രൊപ്പോർഷൻ മാറി ചിലപ്പോൾ 75-25 എന്നോ അല്ലെങ്കിൽ 90-10 എന്നൊക്കെ ആയി മാറിയെന്നൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം അത് ചെടികൾക്ക് ദോഷകരമാണ്. അപ്പം ഫീൽഡ് കപ്പാസിറ്റിയിലുള്ള ആ വെള്ളം മാത്രമേ ചെടികൾക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം 0.33 അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പം വാട്ടർ മോളിക്യൂൾസും സോയിൽ മോളിക്യൂളും തമ്മിലുള്ള ആ ഫോഴ്സ് എന്ന് പറയുന്നത് ചെടികൾക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സ് ആയിരിക്കും. അതിൽ കൂടി കഴിയുമ്പോഴത്തേക്കും ചെടികൾക്ക് ആ വെള്ളം വലിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. The availability of capillary water depends upon the texture, structure and the humus content of the soil. Okay, അപ്പം ഒരു മണ്ണിലുള്ള കാപ്പിലറി വാട്ടറിൻ്റെ അവൈലബിലിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സോയിലിൻ്റെ ടെക്സ്ചർ, സോയിലിൻ്റെ സ്ട്രക്ചർ ആൻഡ് ദി ഹ്യൂമസ് കണ്ടൻറ്റ്, ഓർഗാനിക് മാറ്റർ കണ്ടൻറ്റ്. ഈ 3 കാര്യങ്ങളെ വെച്ചിട്ടായിരിക്കും നമുക്ക് എത്രത്തോളം വെള്ളം അവൈലബിൾ ആണ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ്, ഫൈനർ the texture of the mineral soil with a granular structure and rich in humus, greater is the availability of water from capillaries. എങ്ങനെയൊക്കെ ആയിരിക്കണം? സോയിൽ ടെക്സ്ചർ ഫൈൻ ടെക്സ്ചർ ആയിരിക്കണം, സ്ട്രക്ചർ ഗ്രാനുലാർ ആയിരിക്കണം, പിന്നെ ഹ്യൂമസ് കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ കണ്ടൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാപ്പിലറി വാട്ടർ നമുക്ക് ആ മണ്ണിലുള്ള കാപ്പിലറി വാട്ടറിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇനി സർഫസ് ടെൻഷൻ ആൻഡ് സോയിൽ ടെക്സ്ചർ ആർ റെസ്പോൺസിബിൾ ഫോർ ദ വേരിയേഷൻ ഇൻ ദി എമൗണ്ട് ഓഫ് ദി കാപ്പിലറി വാട്ടർ. കാപ്പിലറി വാട്ടറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറയുന്നത്, വേരിയേഷന് കാരണമാകുന്നത് 1 വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ, 2 സോയിലിൻ്റെ ടെക്സ്ചർ. An increase in the surface tension increases the amount of capillary water. Similarly, finer the texture of the soil and greater the amount of the capillary water it holds. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കാപ്പിലറി വാട്ടറിനെ കുറിച്ച് പറയാനുള്ളത്. കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത് ദ വാട്ടർ വിച്ച് ഇസ് ഹെൽഡ് ഇൻ എ പ്രഷർ ബിറ്റ്വീൻ ദി ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് ദി ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യൻറ്റ്. ഇറ്റ് ഈസ് ദ അവൈലബിൾ വാട്ടർ ഓർ ഇറ്റ് ഈസ് ദ water that can be absorbed by the plants for its growth. പിന്നെ അതിൻ്റെ ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ എന്ത് ചെയ്യുന്നത്, മീൻസ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിൻ്റെ അവൈലബിലിറ്റിയെ ബാധിക്കുന്നത്? ടെക്സ്ചർ, സ്ട്രക്ചർ ആൻഡ് ദി ഹ്യൂമസ് കണ്ടൻറ്റ്. ദെൻ പിന്നെ വരുന്നത് വേരിയേഷൻ, എമൗണ്ടിൽ ഉണ്ടാകുന്ന വേരിയേഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആൻഡ് ദി സോയിൽ ടെക്സ്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാപ്പിലറി വാട്ടറിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് ദി ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാട്ടർ ഹെൽഡ് ടൈറ്റ്ലി ഓൺ ദ സർഫസ് ഓഫ് ദി സോയിൽ, കൊളോയിഡൽ പാർട്ടിക്കിൾസ് വിച്ച് ഇസ് നോൺ ആസ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. അപ്പോൾ സോയിലിൻ്റെ മുകളിൽ ഒരു ഫിലിം പോലെ വളരെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യലി നോൺ ലിക്വിഡ് ആൻഡ് മൂവ്സ് പ്രൈമർലി ഇൻ ദി വേപ്പർ ഫോം. വാട്ടർ വേപ്പർ ഫോമിൽ കാണുന്ന സോയിൽ വാട്ടർ ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഒരു സോയിൽ പാർട്ടിക്കിൾസിന് മുകളിൽ ഒരു തിൻ ഫിലിമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ വെള്ളവും ആർക്ക് അവൈലബിൾ അല്ല? പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അവൈലബിൾ വാട്ടർ എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? കാപ്പിലറി വാട്ടർ മാത്രമാണ് അവൈലബിൾ. പ്ലാന്റിന് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ കാപ്പിലറി വാട്ടർ മാത്രം ആണ്. ദ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഹെൽഡ് സോ ടെനീഷ്യസ്ലി, ദാറ്റ് ഈസ് 31 അറ്റ്മോസ്ഫിയർ ആൻഡ് ഗ്രേറ്റർ. ഇപ്പോൾ 31 അറ്റ്മോസ്ഫിയർ ആകുമ്പോഴത്തേക്കും കാപ്പിലറി വാട്ടർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു 31 അറ്റ്മോസ്ഫിയർ ആകുമ്പോഴത്തേക്കും, അതായത് 15 അറ്റ്മോസ്ഫിയറിന് മുകളിൽ ചെന്നാൽ തന്നെ പ്ലാന്റ്സിന് അത് അബ്സോർബ് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത് 31 അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ പ്രഷറിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന വെള്ളമാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ വാട്ടർ പ്ലാന്റ്സിന് ഒരു കാരണവശാലും അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് ഹെൽഡ് ടെനീഷ്യസ്ലി ബൈ ദ soil particles that the plants cannot absorb it. Some microorganism may utilize hygroscopic water. പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ആർക്ക് ചെയ്യാൻ പറ്റും? മൈക്രോ ഓർഗാനിസംസ്, ചില മൈക്രോ ഓർഗാനിസംസിന് ഈ മൈക്രോസ്കോപ്പിക് വാട്ടർ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും.
that unlike capillary water which evaporates easily at the atmospheric temperature, hygroscopic water cannot be separated from the soil unless it is heated. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ പറഞ്ഞു അത് ഫ്രീ ഫ്ലോയിങ് ആണ്, പെട്ടെന്ന് തന്നെ മണ്ണിൽ നിന്ന് ലീച്ച് ഔട്ട് ചെയ്ത് പോകും. ഇനി കാപ്പിലറി വാട്ടർ എന്ന് പറഞ്ഞു അത് മണ്ണിൽ നിന്നൊരിക്കലും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, മണ്ണിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. പക്ഷേ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ലീച്ച് ഔട്ട് ചെയ്തത് മണ്ണിൽ നിന്ന് ഒഴുകിയും പോകത്തില്ല, പിന്നെ സോയിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇവാപ്പറേറ്റ് ചെയ്തും പോകത്തില്ല. ഇനി ഇതിനെ കളയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ സോയിൽ എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്താൽ മാത്രമേ ഈ വെള്ളം സോയിലിൽ നിന്ന് നഷ്ടപ്പെടത്തുള്ളൂ. സോ ഇറ്റ് ക്യാൻ ബി ഡ്രിവൺ ഔട്ട് ഫ്രം എ സോയിൽ ബൈ ഹീറ്റിംഗ് ദ സോയിൽ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 100 degrees Celsius to 110 degrees Celsius ഫോർ 8 to 10 hours. അത്രയും സമയം ഇത്രയും ടെമ്പറേച്ചറിൽ, അതായത് 100 degree Celsius ടെമ്പറേച്ചറിൽ 8 മണിക്കൂർ ഹീറ്റ് ചെയ്താൽ മാത്രമാണ് ഈ മണ്ണിൽ നിന്ന് നമുക്ക് ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അത് എത്രത്തോളം ടൈറ്റായിട്ടാണ് മണ്ണിൽ പിടിച്ച് നിൽക്കുന്നതെന്ന് ഓർക്കണം. അപ്പം ഈ വെള്ളം അങ്ങനെ ഇത്രയും ടൈറ്റായിട്ട് പിടിച്ച് നിൽക്കുന്ന വെള്ളത്തിനെ ഒരിക്കലും പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് 3 types ഓഫ് ഫിസിക്കൽ സോയിൽ വാട്ടർ, അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് സോയിൽ വാട്ടറിനെ 3 ക്ലാസിഫൈ ചെയ്യാം. 1 ഗ്രാവിറ്റേഷണൽ വാട്ടർ, 2 കാപ്പിലറി വാട്ടർ, 3 ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഇങ്ങനെയാണ് നമുക്കൊരു സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. വാട്ടർ ഫോംസ് ഫിലിംസ് ഓൺ ദി സോയിൽ പാർട്ടിക്കിൾസ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഗ്രാവിറ്റേഷണൽ വാട്ടറിനെ കാണാൻ പറ്റും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ വരുമ്പോഴത്തേക്കും വാട്ടർ ഇവിടെ എക്സസ് ആണ് അല്ലേ, എക്സസ് ആകുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ചിട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. അപ്പം ഗ്രാവിറ്റേഷണൽ വാട്ടർ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞുള്ള പിന്നെയുള്ള വാട്ടർ, ബാക്കിയുള്ള വാട്ടർ, ഇത് സോയിൽ റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടറാണ് കാപ്പിലറി വാട്ടർ. ഈ കാപ്പിലറി വാട്ടർ കാണുന്ന 2 പോയിന്റ്സ് ആണ്. ഒന്ന് ഫീൽഡ് കപ്പാസിറ്റിക്കും പിന്നെ വിൽറ്റിംഗ് പോയിന്റിനും ഇടയിലുള്ള വാട്ടറാണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ കാപ്പിലറി വാട്ടർ മാത്രമാണ് പ്ലാന്റ് റൂട്ട്സിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദെൻ വിൽറ്റിംഗ് പോയിന്റും കഴിഞ്ഞുള്ള വെള്ളമാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പ്ലാന്റ് വാടും. പ്ലാന്റ് വാടും, പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്നില്ല, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ വെച്ചിട്ടാണ് അതിന് സർവൈവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലാന്റ് കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ഇറിഗേഷൻ ചെയ്യുമ്പം ഫീൽഡ് കപ്പാസിറ്റി വരെ, അതായത് വിൽറ്റിംഗ് പോയിന്റും കഴിഞ്ഞ് ഫീൽഡ് കപ്പാസിറ്റി വരെ നമ്മൾ ഇറിഗേറ്റ് ചെയ്യണം. അതിനപ്പുറത്തേക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇറിഗേഷൻ നോക്കുന്നത്. ഇറിഗേഷൻ വരുമ്പോഴത്തേക്കും വിൽറ്റിംഗ് പോയിന്റും കഴിഞ്ഞ് ഫീൽഡ് കപ്പാസിറ്റി വരെ നമ്മൾ ഇറിഗേറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഇറിഗേറ്റ് ചെയ്യുന്ന വെള്ളം പാഴാണ്, കാരണം അതൊരിക്കലും പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഗ്രാവിറ്റേഷണൽ വാട്ടർ ആയിട്ട് പോകും. അപ്പോൾ കാപ്പിലറി വാട്ടറാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ചെടി നട്ട് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും ഈ ഒരു പോയിന്റ് വരെ മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഒരു ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പഠിച്ചത്. അതായത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ വാട്ടർ 3 ടൈപ്സ് ഉണ്ട്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.